ശ്രീ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ വളരെ ഒത്തൊരുമയോടുകൂടി കാശ് തട്ടി. ദിയ ഇട്ടുകൊടുത്തതാണെങ്കിലും സ്വന്തം നിലയിൽ തട്ടിയെടുത്തതാണെങ്കിലും ആ വിരുദ്ധകൾ കൃഷ്ണകുമാറിന്റെ മകളുടെ കാശടിച്ചു മാറ്റി അവളെ വഞ്ചിച്ചു എന്നുള്ളത് നേരാണ്. വിശ്വാസവഞ്ചന പാതകമാണെന്ന് വിശ്വസിക്കുന്ന ആർക്കും ഈ വിഷയത്തിൽ ദിയയ്ക്ക് പിന്തുണ നൽകാൻ കൂടുതൽ ആലോചനകളുടെ ആവശ്യം വരില്ല എന്നാണ് പോവന്റെ ഒരു വിചാരം. ദിയയുടെ പിതാവിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ജാതി, തൊലിയുടെ നിറം, പ്രായത്തെ മറച്ചുവെക്കുന്ന യുവത്വ സ്വരൂപം, സാമ്പത്തിക നില, സ്വാധീനശേഷി, സാമൂഹ്യ മൂല്യം ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് ദിയയെ വിമർശിക്കാൻ മനസ്സുവെക്കുന്ന അല്പബുദ്ധർ ആരെങ്കിലും ഈ വീഡിയോയ്ക്ക് മുന്നിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാഴ്ച മതിയാക്കി പോവുക. പോയോ? ശരി, എങ്കിൽ നമുക്ക് തുടരാം. കാശടിച്ചു മാറ്റിയ കാര്യം രഹസ്യമായി ആ മുക്കള്ളികൾ സമ്മതിച്ചുവെങ്കിൽ പോലും പരസ്യമായി അവരത് നിഷേധിച്ചു. സ്വാഭാവികം. രഹസ്യമായി കുറ്റസമ്മതം നടത്തുമ്പോൾ പ്രസ്തുത മുക്കള്ളികളിൽ പശ്ചാത്താപ വിവശതയും ഭയവും പരിഭ്രമവും ഉണ്ടായിരുന്നു. സ്വാഭാവികം. എന്നാൽ പരസ്യമായി കുറ്റം നിഷേധിക്കുമ്പോൾ ആ മുക്കള്ളികളുടെ മുഖത്ത് ആത്മവിശ്വാസവും കൂസലില്ലായ്മയും നാട്ടാരെ കബളിപ്പിക്കുന്നതിന്റെ ഗൂഢസ്മിതവുമായിരുന്നു കാണാനുണ്ടായിരുന്നത്. കുറഞ്ഞപക്ഷം പോങ്ങന്റെ കണ്ണിലെങ്കിലും. രഹസ്യമായിട്ടുള്ള കുറ്റസമ്മതത്തിൽ നിന്നും പരസ്യമായ കുറ്റനിഷേധത്തിലേക്ക് എത്താൻ ആ മുക്കള്ളികളെ സഹായിച്ചിട്ടുള്ള ശക്തികൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റിയാണ് പോങ്ങന്റെ ഇന്നത്തെ ഈ നാവാട്ടം. എങ്കിലും അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിയ സിന്ധു കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്നും സംഭവിച്ചിട്ടുള്ള പണാപഹരണ വിശേഷങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞു. മുക്കള്ളികളായിട്ടുള്ള ആ ജീവനക്കാരികൾ ഒളിക്യാമറയുടെ മുന്നിൽ തസ്കര കുട്ടികളായി ജീവിക്കുന്നതും അതുപോലെ തന്നെ ചാനൽ ക്യാമറകളുടെ മുന്നിൽ ഹരിശ്ചന്ദ്ര പുത്രികളായി അഭിനയിക്കുന്നതും നമ്മൾ കണ്ടു. വേട്ടക്കാരികളിൽ നിന്നും ഇരകളിലേക്കുള്ള അവരുടെ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഘടകങ്ങളെയാണ് സാമൂഹ്യ കേരളം അതീവ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങനുള്ളത്. ആ ബോധ്യത്തിലാണ് തീർച്ചയായിട്ടും ഈ സംസാരവും. ധനവേട്ടക്കാരികളായിട്ടുള്ള പ്രസ്തുത മുക്കള്ളികളെ നിഷ്കളങ്ക ഇരകളാക്കിയത് പ്രധാനമായും 3 ശക്തികളാണ്. 3 ശക്തികൾ. ഒന്ന് അഭിഭാഷകൻ, തീർച്ചയായിട്ടും രണ്ടാമത്തേത് ജാതി, അതുപോലെ തന്നെ മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇതിൽ 2ഉം 3ഉം കാര്യങ്ങളെയാണ് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പ്രബുദ്ധ ഭേദം കൂടാതെ നമ്മുടെ പൊതു കേരളം കാര്യമായി എടുക്കേണ്ട സംഗതി, ഉറക്കെ ചർച്ച ചെയ്യേണ്ട സംഗതി. അതായത് ജാതി, കമ്മ്യൂണിസം എന്നിവ. ഇതിൽ അഭിഭാഷകനെ തീർച്ചയായും നമുക്ക് ഒഴിവാക്കാം. എങ്കിലും അവസരം കിട്ടിയ മുറയ്ക്ക് പോങ്ങൻ നിങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ ശബ്ദരൂപത്തിലൊന്ന് ആലോചിച്ചു പോവുകയാണ്. അതായത് ഈ മോഷ്ടിച്ച പണത്തിന്റെ അംശം പറ്റിക്കൊണ്ട് മോഷ്ടാക്കളെ സത്യവാൻമാരാക്കാൻ സന്നദ്ധെടുത്തവരാണല്ലോ മിക്ക വക്കീലന്മാരും, അല്ലെ? പഠിച്ച ഒരു കള്ളന് മുന്നിൽ അല്ലെങ്കിൽ മികച്ച ഒരു വക്കീലിന് മുന്നിൽ പലപ്പോഴും നമ്മുടെ കോടതികൾ നിസ്സഹായതയുടെ നിയമകൊട്ടാരമായി മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികം. കണ്ണുകെട്ടപ്പെട്ട നമ്മുടെ നീതി ദേവതയും തീർച്ചയായിട്ടും ഗതികെട്ടവൾ തന്നെയാണ്. അധർമ്മത്തിന്റെ കോട്ടിട്ട അതിപ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരും ന്യായബുദ്ധിയേക്കാൾ യജമാന ഭക്തിയുള്ള പോലീസുകാരും വളരെ സഹകരണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ന്യായാധിപന്മാരെ നിസ്സഹായരാക്കി മാറ്റാൻ അവർക്ക് എളുപ്പം സാധിക്കും. കാരണം തെളിവുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നീതി വിതരണശാലകളാണ് നമ്മുടെ കോടതികൾ, അല്ലെ? എന്നാൽ നീതി വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നത് കോടതികളുമല്ല. കോടതികൾക്ക് വേണ്ടി ആ ജോലി ചെയ്യുന്നത് പോലീസാണ്. പോലീസും വക്കീലും ഒരു വശത്തും അതുപോലെ തന്നെ ന്യായാധിപനും നീതി ദേവതയും മറുവശത്തുമായി നിലകൊള്ളുന്ന ഒരു ചതുരംഗ കളിയാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവഹാരങ്ങൾ. വാദിക്കേണ്ട വക്കീലും തെളിവ് നിരത്തേണ്ട പോലീസും പ്രതിപ്പറ്റുള്ളവരാണെങ്കിൽ അവർ നടത്തുന്നത് കള്ളക്കരുനീക്കമാവും. ന്യായാധിപനും നീതി ദേവതയ്ക്കും ചെക്ക് വീഴുകയും ചെയ്യും. കാരണം അവർക്ക് കള്ളക്കരുനീക്കം സാധ്യമല്ല. കാരണം അവർ ധർമ്മബുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു വൈപ്പുണ്ട് അവർക്ക്. തീർച്ചയായിട്ടും ആ കള്ള നീക്കം കണ്ടു കഴിഞ്ഞാൽ പോലും നിസ്സഹായരായി തോൽവി, അതിന്റെ തിരിച്ചടി അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. കാരണം ഉള്ള തെളിവുകൾ ഇല്ലാതാക്കാനും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ എന്നേ നമ്മുടെ നാട്ടിൽ വികസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പോലീസ് സേന, മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ ഇവരുടെയൊക്കെ അപ്രീതിക്ക് പാത്രമാകുന്നവൻ എത്ര വമ്പനായാലും ആ വമ്പനെ മുട്ടുകുത്തിക്കാനുള്ള കഴിവ് ഈ 3 കൂട്ടർക്കുമുണ്ട്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുന്നിലും അതുപോലെ തന്നെ പോലീസും അഭിഭാഷകരും ചേർന്ന് കോടതിക്ക് മുന്നിലും അവരുടെ ഇരയെ വേട്ടക്കാരനായി വേഷം കെട്ടിച്ചങ്ങോട്ടേക്ക് ഇറക്കും.
അതെന്തായാലും കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഔചിത്യമില്ലായ്മ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, 4 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള ശ്രീമതി സിന്ധു കൃഷ്ണകുമാർ പൊതുസമൂഹത്തിനു മുന്നിൽ ആ 3 പെൺകുട്ടികളുടെ കുറ്റസമ്മതം തെളിവായി നൽകിയത് വളരെ നന്നായി. നാരീപക്ഷ കേരളത്തിന്റെ, സ്ത്രീ സൗഹാർദ്ദ കേരളത്തിന്റെ അതിഭീകരമായിട്ടുള്ള സാംസ്കാരിക ആക്രമണങ്ങളുടെ വീര്യത്തിന് സ്വല്പം ഇളവ് പകരാൻ ഒരു പരിധിവരെ അത് കാരണമായേക്കും. സ്ത്രീപക്ഷ നാരീ സൗഹാർദ്ദ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ ശരിയന്മാരുടെ എതിർപ്പ് നേരിടാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അടിസ്ഥാന യോഗ്യതകളും തികഞ്ഞിട്ടുള്ള ഒരു കുടുംബമാണ് ശ്രീമതി സിന്ധു നായികയാവുന്ന ശ്രീ കൃഷ്ണകുമാറിന്റെ ആ വീട്. 4 പെൺകുട്ടികളും ഒരമ്മയും അന്തി ഉറങ്ങുന്ന വീട്, ഒരു സ്ത്രീക്കൂട്. ആത്മവിശ്വാസവും അഭിമാനവും ആശയവിനിമയ പാടവവും പഠിപ്പും കാര്യപ്രാപ്തിയും കഴിവും സമ്പാദനശേഷിയും ഒക്കെയുള്ള 4 പെൺകുട്ടികളെ, അതും ആവശ്യം വരുന്ന മുറയ്ക്ക് അർഹരായവരുടെ പല്ലടിച്ചു കൊഴിക്കാനുള്ള കരളുറപ്പ് കൈവരിച്ചിട്ടുള്ള 4 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരാണവർ, മാതാപിതാക്കൾ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും. പ്രബുദ്ധ കേരളത്തിന്റെ അസൂയ കലർന്ന വിരോധത്തിന് പാത്രമാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും കൃഷ്ണകുമാറിന്റെ സ്ത്രീപക്ഷ കുടുംബത്തിനുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സ്ത്രീക്കൂടിനുണ്ട്. കൃഷ്ണകുമാർ വർഗീയവാദിയായിട്ടുള്ള ഒരു സംഖ്യയാണെന്ന് പറയുന്നവരോട് പോങ്ങൻ ഒരു കാര്യം പറയാം. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വിമർശിക്കുന്ന ആളുകളെ പോങ്ങൻ കണ്ടതുകൊണ്ടാണ് അത് പറയുന്നത്. എന്റെ അറിവിൽ ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ആത്മമിത്രം എന്ന് പറയാവുന്ന ആൾ അപ്പാഹാജയാണ്. അല്പം കൂടി തെളിച്ചു പറഞ്ഞാൽ, വിശദീകരിച്ചു പറഞ്ഞാൽ, അപ്പാഹാജ എന്ന മുസൽമാൻ വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദ സാഹോദര്യ ബന്ധമാണ് അവർക്കിടയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണകുമാർ സംഖ്യയാവുന്നതിനും വളരെ മുന്നേ തുടങ്ങി വെച്ചിട്ടുള്ള ചെങ്ങാത്തം, സാഹോദര്യം സംഖ്യയായ കൃഷ്ണകുമാറുമായി അപ്പാഹാജ തുടരുന്നുണ്ട് എങ്കിൽ ഇസ്ലാം വിരോധിയായിട്ടുള്ള ഒരു ഹിന്ദു വർഗീയവാദിയല്ല കൃഷ്ണകുമാർ എന്നു മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. ഉറ്റ കൂട്ടുകാരനായിട്ടുള്ള അപ്പാഹാജ അനുഭവിക്കാത്ത ചാണക മണം കൃഷ്ണകുമാറിൽ ആരെങ്കിലും ഗന്ധിക്കുന്നുണ്ട് എങ്കിൽ അവർ മനുഷ്യബുദ്ധി വളരെ കുറഞ്ഞ, മനുഷ്യബുദ്ധി തീരെയില്ലാത്ത വെറും ഇരുകാലികൾ മാത്രമാണെന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ കാണാൻ പറ്റൂ പോങ്ങനെ. ഇനി കൃഷ്ണകുമാർ ഒരു ജാതിവാദിയാണെങ്കിൽ ആ മനുഷ്യന് സ്വജാതിയിൽ നിന്നും ഒരു സിന്ധുവിനെ ജീവിത പങ്കാളിയാക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലെ? നായന്മാരിൽ സിന്ധുക്കൾ കുറവാണോ? അതാ പറഞ്ഞത്, ജാതിയേക്കാൾ പ്രണയത്തിന് മൂല്യം കൽപ്പിച്ചത് കൊണ്ടാണ് ഇതര ജാതിയിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്, അതിന് മനസ്സുണ്ടായത്. സ്വീകരിക്കുക മാത്രമല്ല, 4 പെൺകുട്ടികളുടെ അച്ഛനമ്മമാരായി അവരങ്ങനെ സസുഖം വാഴുന്നുമുണ്ട്, സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രണയത്തോടുകൂടി. ഇന്നും 4 പെൺകുട്ടികളുടെ പിതാവായ ഒരു മനുഷ്യൻ തന്റെ മകളെ വഞ്ചിച്ച പെൺകുട്ടികളോട് സ്വല്പം കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ വലിയ അപാകതയൊന്നും ഈ പോങ്ങൻ കാണുന്നില്ല. മോഷണത്തെക്കാൾ വലിയ തെറ്റാണ് മോഷ്ടാക്കളെ പഴിക്കുന്നതെന്നും അവർക്ക് നേരെ ക്ഷോഭത്തോടുകൂടി അധിക്ഷേപ വചനങ്ങൾ എന്തെങ്കിലും ചൊരിയുന്നതെന്നും കാണുന്നവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും മനോരോഗ വിദഗ്ധന്റെ സേവനമാണ്. പോങ്ങന്റെ ഈ നാവടി അവർക്ക് വേണ്ടുന്ന മരുന്നായി മാറില്ല. ഇനി നമുക്ക് അതീവ ഗൗരവത്തോടെ കാണേണ്ട മറ്റ് 2 വിഷയങ്ങളെപ്പറ്റി വളരെ ചുരുക്കി ഒന്ന് പറയാം. ഒന്ന്, ജാതി. കൃഷ്ണകുമാറും ദിയയുമൊക്കെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആ മുക്കള്ളികളുടെ ആരോപണം അതെന്തായാലും സ്വന്തം നിലയിൽ സംഭവിച്ചതല്ല. ഈ ഒളിക്യാമറയുടെ മുന്നിൽ കുറ്റബോധത്തോടെ കാണപ്പെട്ട നമ്മുടെ ഈ മുക്കള്ളികൾ ചാനൽ ക്യാമറയുടെ മുന്നിൽ കാണപ്പെട്ടത് തസ്കര കുട്ടികളായിട്ടല്ല, തത്തകളായിട്ടാണ്. തത്തകൾ. വക്കീൽ പഠിപ്പിച്ചത് അതേപോലെ പറയുന്ന 3 തത്തകൾ, തസ്കര തത്തകൾ. ശരിയാണ്, കഞ്ചാവ് വലിയന് ജാതി സംരക്ഷണമാകുമെങ്കിൽ, രാസരസ ലഹരി വിൽപ്പനക്കാരന് ജാതി പ്രതിരോധ കവചമാകുമെങ്കിൽ, മോഷ്ടാക്കൾക്കും ജാതിയെ മോഷണ സംരക്ഷണത്തിനായി ഉപയോഗിക്കാം. അതിൽ അപാകതയൊന്നുമില്ല. എന്തായാലും തസ്കരോത്തമകളായിട്ടുള്ള പെൺകുട്ടികൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങൾ പോങ്ങന്റെ പക്കലുണ്ട്. പോങ്ങൻ അത് പരസ്യമായി സമൂഹത്തിന് മുന്നിൽ അത് ചോദിച്ചു വെക്കുകയാണ്. നിങ്ങൾ സ്വയമെങ്കിലും ഒരു ഉത്തരം ഇതിന് അവനവനെങ്കിലും നൽകുക. ജാതി ചോദിച്ചിട്ടാണോ ദിയ നിങ്ങളെ ജോലിക്കെടുത്തത്? ആണെങ്കിൽ ദിയയുടെ ആ ചോദ്യത്തിന് എന്തുത്തരമാണ് നിങ്ങൾ നൽകിയത്? ഇപ്പോൾ നിങ്ങൾ പ്രതിരോധ കവചമാക്കുന്ന ഈ ജാതി, നിങ്ങളുടെ സ്വന്തം ജാതി, അത് ശരിയായി പറഞ്ഞിട്ടും ദിയ നിങ്ങളെ ജോലിക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം തന്റെ ജീവനക്കാരുടെ ജാതി ആ ദിയയ്ക്ക് ഒട്ടും തന്നെ പ്രശ്നമായിരുന്നില്ല എന്നല്ലേ? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ സംവരണമില്ലാത്ത ജാതിക്കാരാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ജോലി നേടിയതെങ്കിൽ തന്നെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, പണം കട്ടതിനും വിശ്വാസവഞ്ചന കാട്ടിയതിനുമല്ലേ ദിയ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്? അല്ലാതെ ജാതി മാറ്റിപ്പറഞ്ഞ് അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തതല്ലേ? മോഷണക്കുറ്റമല്ലേ? തെളിവ് സഹിതമല്ലേ? നിങ്ങളുടെ സമ്മത വീഡിയോ പങ്കിട്ടുകൊണ്ടല്ലേ അവർ അത് പറഞ്ഞത്? അപ്പോൾ വക്കീലിൻ്റെ വാക്കുകേട്ട് ഇമാതിരി ഊളത്തരം നിങ്ങൾ പറയുന്നത് സത്യത്തിൽ അതുകൊണ്ട് ഉപദ്രവമാകുന്നത് നിങ്ങളുടെ തന്നെ സമൂഹത്തിന്
ആണ് എന്ന് പറയുന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ ജോലി കൊടുക്കും മുന്നേ നമ്മുടെ നാട്ടിലെ തൊഴിൽദാതാക്കൾ ഉദ്യോഗാർത്ഥികളുടെ ജാതി അതീവ രഹസ്യമായി പരതുന്ന നിലവരില്ലേ? ആ മുക്കള്ളികളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലുമാണ് ജോലി കൊടുക്കുന്നതെങ്കിൽ നാളെ പണവും കക്കപ്പെടും, നമ്മൾ ജാതിവാദികളുമാകുമെന്ന് തൊഴിൽദാതാക്കൾക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള ഒരു സമീപനമല്ലേ നിങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? അത് ശരിയാണോ? സത്യത്തിൽ ഈ പെൺകുട്ടികളെ ആദ്യം തള്ളിപ്പറയേണ്ടത് അവരുടെ സമുദായമാവണം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് കേട്ടോ പോകാനുള്ളത്. അതുപോലെ പൊതുസമൂഹവും ഇതിന് പ്രോത്സാഹനം നൽകരുത്. വെളിവുള്ള മാധ്യമ പ്രവർത്തകരും ഇത് ഏറ്റുപിടിക്കരുത്. തന്റെ കുറ്റത്തെ ഒരു കുറ്റവാളി സ്വന്തം ജാതി കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ സ്വജാതിക്കാർ ആ കുറ്റവാളികളെ പിന്തുണയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ സദ്ബുദ്ധിയുള്ള സമുദായ അംഗങ്ങൾക്കത് വളരെ ദോഷമാകുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു ആലോചന വേണ്ടേ നമുക്ക്? ഇനി ഈ മുക്കള്ളികൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് കാരണമാകുന്ന രണ്ടാമത്തെ സംഗതി കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണെന്നതാണ്. അതാണ് അവരുടെ ധൈര്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ കാരണം. ധാർമ്മികമായി തസ്കര വർഗത്തിന് സംരക്ഷണം നൽകേണ്ടതായിട്ടുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട് എന്ന് പറയുന്ന ധ്വനിപ്പല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മുക്കള്ളികൾ വെച്ച് പുലർത്തുന്നത്? ആ വിശ്വാസമല്ലേ അവർ പ്രകടിപ്പിച്ചത്? ഞങ്ങൾ കള്ളികളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട് എന്ന് പറയുന്നത്? അത് സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് നാണക്കേട് നൽകുന്ന സംഗതിയല്ലേ? കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് നാണക്കേടായാലും ഇല്ലെങ്കിലും സാംസ്കാരിക കേരളത്തിന് ഇത് തീർച്ചയായിട്ടും അപമാനം തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് പോങ്ങനുള്ളത്. കഞ്ചാവ് പാനികളും രാസരസലഹരി കച്ചവടക്കാരും പെൺവാണിഭക്കാരും തട്ടിപ്പുകാരും മോഷ്ടാക്കളുമൊക്കെ ജാതിയും കമ്മ്യൂണിസവും പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നത് അവരുടെ സമുദായത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മാത്രമല്ല സകല മലയാളികൾക്ക് തന്നെയും മാനക്കേട് നൽകുന്ന സംഗതി ആവേണ്ടതല്ലേ? ആണോ എന്ന് ചോദിക്കുന്നില്ല, ആവേണ്ടതല്ലേ? ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മുക്കള്ളികളുടെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് പറഞ്ഞ ദിയയ്ക്കും അതുപോലെ അനീതിയെ ആ നിലയിൽ നേരിടാൻ മടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർ സിന്ധു ദമ്പതിമാർക്കും ഒപ്പമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ, മുത്തുപോങ്ങൻ. അതുപോലെ പഞ്ചനാരി സേനയുടെ പടനായകനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറിന് എന്തെങ്കിലും വാപിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോങ്ങൻ അത് സാരമാക്കുന്നേയില്ല. മോഷ്ടിച്ച പൈസ കൊണ്ട് ആപ്പിൾ വാങ്ങി വിശപ്പടക്കുന്നത് മനസ്സിലാക്കാം, മനുഷ്യത്വത്തോടെ മനസ്സിലാക്കാം, അതിനെ അംഗീകരിക്കാം. എന്നാൽ മകളുടെ പണം മോഷ്ടിച്ച് ആപ്പിൾ ഫോണുമായി വിലസുന്ന താടകകൾക്ക്, തസ്കര താടകകൾക്ക് നേരെ സ്വല്പം കടന്ന ആക്രോശം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിലെവിടാണ് പിശക് പറയാൻ പറ്റുക? അങ്ങനെ നടത്തിയില്ലെങ്കിൽ പിന്നെ എന്തോന്നു പടനായകനാണ്? നടത്തിയത് വളരെ നന്നായി. അവസരം കിട്ടുന്ന മുറയ്ക്ക് നാലുചാല് നാവാട്ടം കൂടി നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരു പക്ഷവും കൂടി പോങ്ങൻ പങ്കുവെക്കുകയാണ്. എന്തായാലും പൊതുസമൂഹത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞ് പോങ്ങൻ ഈ നാവാട്ട് ഇവിടെ അങ്ങോട്ടേക്ക് അവസാനിപ്പിച്ചേക്കാം. തീവ്രവാദത്തിന് മതമുണ്ട്, എന്നാൽ മോഷണത്തിന് ജാതിയില്ല. തീവ്രവാദത്തിന് മതമുണ്ട്, മോഷണത്തിന് ജാതിയില്ല. നിർത്തുന്നു.